ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ PH001-ലെ സെക്കൻഡ് യൂണിറ്റാണ്. സോ അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളോട് പറയുന്നത് ഹിസ്റ്ററിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷണൽ തിയറി. അതിൽ നമ്മളിപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്തെന്ന് വെച്ചാൽ ഒരു ഏർലി 20s 90s എങ്ങനെയാണ് നമ്മുടെ ആൾക്കാർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ എന്തൊക്കെ തിയറീസ് അവർ കണ്ടുപിടിച്ചു നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ആൾക്കാർക്ക് കൂടുതലും നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ വഴികളുള്ളത് എന്ന് കണ്ടുപിടിക്കലായിരുന്നു ആ ഒരു തിയറിയിൽ പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഇവർ 3 ആദ്യം സ്വന്തം ക്വസ്റ്റ്യൻ ചെയ്തു. ഹൗ ക്യാൻ വി മേക്ക് ദ വർക്കേഴ്സ് മോർ എഫിഷ്യൻറ്റ്, how should tasks be divided, who should take the decisions എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 3 കോൺസെപ്റ്റ്സ് ക്വസ്റ്റ്യൻസ് അവർ ക്രിയേറ്റ് ചെയ്തു. അത് വെച്ചിട്ട് അവർ ക്ലാസിഫൈ ചെയ്തു അപ്രോച്ചസ് എന്ന് വെച്ചാൽ തിയറീസ്. അത് വരുന്നതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അപ്രോച്ച്, അഡ്മിനിസ്ട്രേറ്റീവ് പോയിന്റ് പറയുന്നത് മാനേജ്മെൻറ്റ് അപ്രോച്ച്, നമുക്ക് മാക്സിമം എങ്ങനെ യൂസ്ഫുൾ പോയിന്റ് ആക്കാൻ പറ്റും. സെക്കൻഡ് പോയിന്റ് പറയുന്നതാണ് എങ്ങനെ നമുക്ക് ടാസ്കുകൾ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സയൻറ്റിഫിക്കൽ മാനേജ്മെൻറ്റ് എന്ന പിന്നെ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഡിസിഷൻസാണ് നമ്മൾ എടുക്കേണ്ടത്. ഫ്രെഡറിക് ടൈലറാണ് ഈ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ആളുടെ പഠിത്തത്തിനനുസരിച്ച് അയാളുടെ സ്റ്റഡി ചെയ്ത് അനലൈസ് ചെയ്യുന്നതനുസരിച്ച് ആൾ പറയണമായിരുന്നു നമുക്ക് ഓരോ ഇൻഡിവിജ്വലിൽ നിന്ന് തന്നെ നമുക്ക് പ്രൊഡക്ടിവിറ്റി കിട്ടും എന്ന് പറഞ്ഞു. ആളുടെ വിശ്വാസത്തിലാണ് എങ്ങനെയാണെന്ന് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർക്കും നമ്മൾ അനലൈസ് ചെയ്യും. നമ്മൾ ഓരോ ജോലി ചെയ്യുന്ന സമയത്ത് എന്ത് വർക്കാണ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ജോലി ചെയ്യുന്ന ഒരാളെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് എടുക്കണം. അങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായ ട്രെയിനിങ്ങും ക്ലാസ്സസൊക്കെ എടുത്തു കൊടുക്കണം. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു വർക്ക് കൊടുക്കുമ്പോൾ ആൾക്കൊരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കൊടുക്കുക. ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ ഈ ഒരു 2 മണിക്കൂർ നീ തീർക്കണം. വെറുതെ ടാസ്ക് കൊടുക്കില്ല, ആ ടാസ്ക് കൊടുക്കുമ്പോൾ ചെറുതാക്കി മുറിച്ച് കൊടുക്കണം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നീ അത് സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു വർക്ക് കൊടുക്കണം. അതുപോലെ ആളുടെ വർക്ക് കംപ്ലീറ്റ് ആക്കി ആളുടെ വർക്ക് നല്ലതാണെങ്കിൽ നമ്മൾ റിവാർഡും ക്യാപിറ്റലൊക്കെ കൊടുക്കണം എന്നാണ് നമ്മുടെ ഫ്രെഡറിക് പറയുന്നത്. എന്നാലും നമുക്ക് വർക്കിന് കുറച്ചും കൂടെ പ്രൊഡക്ടിവിറ്റി കിട്ടത്തുള്ളൂ എന്നാണ് ഫ്രെഡറിക്കിൻ്റെ ഒരു സ്റ്റഡി പ്രകാരം പറയുന്നത്. സെക്കൻഡ് പോയിന്റ് നമ്മുടെ വെബേഴ്സ് പറയുന്ന ഒരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ സ്റ്റഡി അനുസരിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു എഫിഷ്യൻറ്റ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുമെന്ന് പറയുന്നത് വെച്ചാൽ പ്രൊഡക്ടിവിറ്റി വർക്കേഴ്സിൽ നിന്ന് കിട്ടുമെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു ടൈം ടേബിൾ, ഒരു ദിവസം ഒരു എംപ്ലോയി വന്നു കഴിഞ്ഞാൽ ആൾ എന്ത് ചെയ്യണം, എങ്ങനെ ടാസ്ക് ചെയ്യണം എന്നൊക്കെ ഒരു ടൈം ടേബിൾ, ഒരു ഡിസിഷൻസും ഡ്യൂട്ടീസിനും ഒരു ജോലിക്ക് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ വർക്കേഴ്സിന് നിന്ന് പെർഫോമൻസ് കിട്ടും എന്നാണ് വെബേഴ്സിന് തിയറിയുടെ പഠിത്തത്തിൽ അനലൈസ് ചെയ്യുന്ന ശേഷം മനസ്സിലാക്കിയതാണ്. നമ്മൾ ടെക്സ്റ്റിൻ്റെ അടിയിലുണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം. അതൊരു ക്യാരക്ടറിസ്റ്റിക്സ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ പോയിൻ്റെങ്കിലും പഠിച്ചു വയ്ക്കുക. പിന്നെ ചെറിയൊരു 2-3 സെൻറ്റൻസിൽ ഡെഫിനേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഫസ്റ്റ് വൺ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുമ്പോൾ ഓരോ ടാസ്ക് ക്ലിയർ ആയിരിക്കുന്ന എംപ്ലോയിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ക്ലിയർ മൈൻഡഡ് ആയിട്ടുള്ള ചെയ്താലേ ആ എംപ്ലോയിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സെക്കൻഡ് പോയിന്റ് പറഞ്ഞാണ് അഡോറിറ്ററി എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, നമ്മുടെ ലോവർ ലെവൽ ഹയർ ലെവൽ എന്നൊക്കെ പറയുന്ന മാനേജ് ചെയ്യുന്ന ഒരാൾക്കാർ തന്നെ പറയുന്നത്. പിന്നെ പറഞ്ഞാൽ ഫോർമൽ സെക്ഷൻ എന്ന് പറയുമ്പോൾ തേർഡ് പോയിൻ്റാണ് ഫോർമൽ സെക്ഷൻ. നമ്മുടെ സെക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരാളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ആൾക്ക് അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ ഇല്ലയോ, പിന്നെ ആൾക്ക് പ്രോപ്പറായി ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഈ ഫോർമൽ സെക്ഷനിൽ പറയുന്നത്. സെക്ഷനിൽ പറഞ്ഞാൽ ഫോർമൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയിൽ അതിൻ്റെ ഒരു റൂൾസും ഉണ്ടാവുമല്ലോ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഓർഗനൈസേഷനിലുള്ളതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഫസ്റ്റ് പോയിന്റ് പറയുന്നതാണ് ഇംപേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് റൂൾസും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം, അത് അനുസരിക്കണം. എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഫ്രണ്ട്സ്, ഇപ്പോൾ ഓഫീസ് എന്ന് പറയുമ്പോൾ അത് കമ്പനിയാണ്, ഓർഗനൈസേഷൻ സ്ഥാപനമാണ്, വർക്ക് ചെയ്യുക പോവുക, ആ ഒരു ലക്ഷ്യത്തോടെ വരുന്നത്. അപ്പോൾ ഓവർ അറ്റാച്ച്മെൻറ്റ്സ് പാടില്ല, വർക്ക് ചെയ്യുക പോവുക, പിന്നെ റൂൾസൊക്കെ അനുസരിക്കുക. അത് മറ്റൊരു പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് വരുന്നതാണ് കരിയർ ഓറിയൻറ്റേഷൻ എന്ന് വെച്ചാൽ വർക്കേഴ്സ് ഒരു ഫിക്സ്ഡ് സാലറി അവർക്ക് കൊടുക്കണം. എന്ന് വെച്ചിട്ട് മന്ത്ലി ഇപ്പോൾ ഒരാൾക്ക് കിട്ടുന്നത് 8 ആണെങ്കിൽ 8 തന്നെ കൊടുക്കണം എത്ര വർക്ക് ചെയ്താലും. ആൻഡ് പിന്നെ പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറി. അതിലെന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ഫയോള് തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു തിയറി തന്നെയാണ് ഈ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിലിപ്പോൾ ഫയോള് പറയുന്നത് ഒരാളെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ, കമ്പനിയിലുള്ള എല്ലാവരുടെയും ഇൻഡിവിജ്വൽ ടാസ്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫയോള് 3 ഫങ്ഷൻസ് ഇറക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ പ്ലാനിങ്, ഓർഗനൈസേഷൻ, കമാൻഡിങ്, കോർഡിനേഷൻ ആൻഡ് കൺട്രോളിങ്. ഈ 5 കാര്യങ്ങളും നമ്മൾ നോക്കണം എന്നാണ് നമ്മുടെ ഫയോള് പറയുന്നത്. എന്തൊക്കെ പ്ലാനിങ്, നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലാനിങ് ചെയ്യണം. ഓർഗനൈസേഷൻ എങ്ങനെയാണ്, എന്താണ് പ്രത്യേകിച്ച് ഒരു ഷെഡ്യൂൾ ചെയ്യണം. പിന്നെ എന്താണ് കമാൻഡിങ്, നമുക്കൊരാളൊരു നിർദ്ദേശം തന്നാലേ നമുക്കതനുസരിച്ച് പോകാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഈസ് കോൾഡ് കമാൻഡിങ്. ആൻഡ് കോർഡിനേഷൻ, ഈ ടീം എല്ലാവരും കൂടെ ഒരു പ്രോപ്പർ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതിലൂടെ എത്തണമെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു കോർഡിനേഷനും കാര്യങ്ങളും എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം. ഒരു വലിയ ടാസ്ക് വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ എല്ലാവർക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരാളുടെ നിന്ന് ഒരു ടാസ്ക് കിട്ടിയാലേ അടുത്ത ആൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിനൊക്കെ വേണ്ടിയിട്ട് പ്രോപ്പർ കോർഡിനേഷൻ വേണം. പിന്നെ ഒരു സ്പെസിഫിക് ആയ കൺട്രോളിങ് വേണം. കൺട്രോളിങ് ഒക്കെ ചെയ്യുന്നത് ഹൈ അതോറിറ്റീസ് ആണ്. പിന്നെ പറയുന്നതാണ് നമ്മുടെ 14 പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 14 പ്രിൻസിപ്പിൾസ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 12th പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ത്രൂ ഔട്ട് നമ്മളിപ്പോൾ ജോലിക്ക് പോകുകയാണെങ്കിൽ അത് പഠിച്ചിരിക്കുന്നൊരു കാര്യമാണ്. സോ അതിൽ ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടൊരു 5 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് ബൈ ഹാർട്ട് ചെയ്യുക. ഈ 14 പീസിൻ്റെ പേര് ബാക്കിയൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ പഠിച്ചത് ക്ലാസിക്കൽ അപ്രോച്ചാണ്. നമ്മൾ നെക്സ്റ്റ് അപ്രോച്ചിനാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ച്. ഈ അപ്രോച്ചിൽ കൂടുതലും പറയുന്നത് നമ്മളുടെ അപ്രോച്ചിൽ പറയുന്നതെന്നാണ്, ഈ ക്ലാസിക്കൽ അപ്രോച്ചിനെ പോലെയല്ല ഈ അപ്രോച്ച്. ഈ അപ്രോച്ചിൽ നമ്മൾ കൂടുതലും നോക്കുന്നത് ഹ്യൂമൻസിൻ്റെ വാണ്ട്സും നീഡ്സും ഇമോഷൻസും. ഈ അപ്രോച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മൾ മിഷൻസ് അല്ല. നമ്മളിവിടെ വർക്ക് ചെയ്യും, പക്ഷെ നമുക്ക് ഇമോഷൻസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ വേണം, ലീഡർഷിപ്പ് വേണം. അതൊക്കെ ഇങ്ങനെ ഭയങ്കര പ്രഷർഡ് ആവരുത്. ഇതൊരു ഹ്യൂമൻ ബീയിങ് ആണ് എന്നാണ് ഈ അപ്രോച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. സോ നിയോ ക്ലാസിക്കൽ അപ്രോച്ച് നമുക്ക് വേറെ 2-3 തിയറീസ് പഠിപ്പിച്ചിട്ടുണ്ട്. സോ അതിൽ ഫസ്റ്റ് വന്ന് ഹ്യൂമൻ റിലേഷൻ തിയറി. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈതൻ മയോ എന്ന് പറഞ്ഞ ആൾ ഡെവലപ്പ് ചെയ്ത ഒരു തിയറിയാണിത്. സോ ആളുടെ പഠിത്തത്തിൽ മനസ്സിലാക്കിയത്, നമ്മൾ ചുമ്മാ ആൾക്കാരെ പോയിട്ട് വെറുതെ മിഷൻസിനെ പോലെ പണിയെടുപ്പിക്കാണ്ട് അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം, അവർക്ക് വാല്യൂ കൊടുക്കണം. അപ്പോൾ ആളൊരു കോൺസെപ്റ്റ് ഇറക്കി, അത് പ്രൂവൻ ചെയ്തു. സോ അങ്ങനെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി, ഹൈലൈറ്റ് ചെയ്തു ആളുടെ ഇമ്പോർട്ടൻസ്, ഇൻഫോർമൽ ഗ്രൂപ്പ്സ്, ടീം വർക്ക്, കമ്മ്യൂണിക്കേഷൻ, പ്രൊട്ടക്റ്റീവ് ലീഡർഷിപ്പ് എല്ലാം കൊടുക്കും. എത്രമാത്രം നമ്മൾ ആൾക്കാർക്കൊരു വാല്യൂ കൊടുക്കുകയും റെസ്പെക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രൊഡക്റ്റീവ് കുറച്ചുകൂടെ കിട്ടുള്ളൂ എന്നാണ് നമ്മുടെ ഈതൻ മയോൻ്റെ പഠിത്തത്തിൽ ആൾ പ്രൂവ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റും കൂടാണ് ഈ ഹ്യൂമൻ റിലേഷൻസ് തിയറി. ബിഹേവിയറൽ സയൻസ് തിയറി എന്നാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. സോ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറയുന്നത് ഹ്യൂമൻസിൻ്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്തപ്പോൾ ഇവർ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സൈക്കോളജി, സോഷ്യോളജി രീതിയിൽ കൂടെ മനസ്സിലാക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മൾ മെൻ്റലി ഇമോഷണലി ആൾക്കാർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു തിയറി പുതിയ ഡെവലപ്പിംഗ് ദ വേസ് ടു തിങ്ക് ആൻഡ് കോപ്പറേറ്റ്. ഇറ്റ് ബിലീവ്സ് ദാറ്റ് എംപ്ലോയിൻ്റെ ഇൻറ്റേർണൽ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഒരു ടീമിലുള്ള ആൾക്കാരായിട്ട് നമുക്കിങ്ങനെ ഓപ്പൺ എന്ന് പറയുമ്പോൾ വീട്ടിൽ വിശേഷം പറയുന്നില്ല പറയുന്നത്, ജനറലായിട്ടുള്ള വിശേഷം കമ്മ്യൂണിക്കേഷൻ വിത്ത് കോണ്ടാക്റ്റും വെക്കുമ്പോൾ ഒരു ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ് നമുക്ക് കൺട്രിയിൽ കൊണ്ടുവരുമ്പോൾ ഒരു ഔട്ടിങ് പോയി ലഞ്ച് കഴിക്കുകയും അല്ലെങ്കിൽ ഒരു സ്മോൾ ടോക്കൊക്കെ ഇൻ ബിറ്റ്വീൻ ടീം ബസ്സൊക്കെ വരുമ്പോൾ അവർക്കൊരു കണക്ഷൻ വരും. സോ ദേ ഫീൽ അവരുടെ പഠിത്തം ഈ സ്റ്റഡിക്ക് മനസ്സിലായത് അവർക്ക് കുറച്ചും കൂടി ഓപ്പൺലി ഡൗട്ട്സ് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കണക്ഷൻ വരും. സോ അങ്ങനെയും നമുക്ക് പ്രൊഡക്ടിവിറ്റി നമ്മുടെ വർക്കേഴ്സിൻ്റെ കൂട്ടാമെന്നാണ് ഈ ഒരു തിയറി നമ്മളത് പറഞ്ഞു തരുന്നത്. സോ ഇതിൽ വരുന്ന നമുക്ക് പ്രിൻസിപ്പിൾസൊക്കെ വരുന്നുണ്ട്. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, അല്ലെങ്കിൽ പോയിൻറ്റ്സ് മാത്രം പഠിച്ചു വെച്ചിട്ടുണ്ട്, ഡീറ്റെയിൽസ് ചെയ്യാം. ഓക്കെ, സോ ഇതിൽ ഇപ്പോൾ എന്താണ് പ്രിൻസിപ്പിളിൽ വരുന്നത്? ഫസ്റ്റ് വൺ ദ ഇൻഡിവിജ്വൽ. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ ഇൻഡിവിജ്വലിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ
ഈ ഹ്യൂമൻ ബീസ് സോഷ്യലായിട്ട് ഇൻട്രാക്ട് ചെയ്യണം എല്ലാ ദിവസവും. അല്ലാണ്ട് ഇവർ പറഞ്ഞത് അല്ലാണ്ട് ജസ്റ്റ് ഒരു എംപ്ലോയി വന്നിട്ട് ഒരു മിഷനല്ല വെറുതെ പണിയെടുക്കാൻ വേണ്ടിയിട്ട്. അവരുടെ സെക്യൂരിറ്റിയും അവരുടെ ഇമോഷൻസ് ഫുൾഫിൽ ചെയ്താൽ അവർ പ്രൊഡക്ടിവിറ്റി തരത്തുള്ളൂ എന്നാണ് ഈ ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത്. ഓക്കെ. ആൻഡ് പിന്നെ പറഞ്ഞതാണ് വർക്ക് ഗ്രൂപ്പ്. The neoclassical approach focused on social relations prevent in many organizations set up the informal tie-up that operate under formal groups. Okay, സോ ഇതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് റിലേഷൻസ് ലൈക്ക് സോഷ്യലായിട്ട് ബാക്കി കമ്പനീസൊക്കെ ആയിട്ട് നമുക്ക് കണക്ഷൻസ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഒരു വർക്ക് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസില്ലേ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന് പകരം എല്ലാ കമ്പനികളിലെ ആൾക്കാരും മറ്റുള്ള ആൾക്കാർ ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് പറയുന്നത് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ കമ്പനീസിലെ കുറേ തീരുമാനങ്ങൾ, അപ്പോൾ നമ്മുടെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എംപ്ലോയീസ് കൂടുതലും അതിൽ ഇൻവോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് സ്പേസ് ഇങ്ങനെ പറയണത് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത് ഈ കോൺസെപ്റ്റിൽ. കാരണം അപ്പോൾ അവർക്ക് തന്നെ ഫീൽ ചെയ്യും, ഓക്കെ ഞാൻ ഈ ഒരു കമ്പനിയിൽ ബിലോങ് ചെയ്യുന്നുണ്ട്, എനിക്ക് അവർ പ്രാധാന്യം തരുന്നുണ്ട്, എൻ്റെ വാക്കിന് അവർ വില കളിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു അവർക്കൊരു ഫീലിംഗ് കിട്ടും. അപ്പോൾ അവർക്ക് പ്രൊഡക്ഷൻ കുറച്ചും കൂടി കിട്ടാൻ പറ്റും. പിന്നെ പറയുന്നത് എങ്ങനെ പിന്നെ ബെനിഫിറ്റ്സാണ് പറയുന്നത്. ആൾക്കാർ ഇതിൽ പറയുന്നതാണ് ഈ ഓർഗനൈസേഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നിയോ ക്ലാസിക്കൽ അപ്രോച്ചിൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്, എന്തൊക്കെയാണ് ഉപകാരങ്ങൾ എന്ന് വെച്ചാൽ ഈ ബിഹേവിയറൽ സയൻസിലെ തിയറീൻ്റെ ബെനിഫിറ്റ് പറയുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞാൽ ക്ലിയർ കമ്മ്യൂണിക്കേഷൻസ് പാറ്റേൺസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പരിചയമുണ്ട്, ഒരു കോണ്ടാക്റ്റിന് നമുക്ക് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഡൗട്ട് ചോദിക്കാൻ പറ്റും. അല്ല അയാൾ ഭയങ്കര നമ്മൾ അടുപ്പിക്കാത്തൊരു സ്വഭാവമാണ്, നമ്മളെങ്ങനെ ഡൗട്ട് ആൾക്കാർ ചോദിക്കും. അതുപോലെ പിന്നെ പറയുന്നതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പുതിയ റോൾസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഫോർമലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും, പ്രോപ്പർ കോർഡിനേഷൻ കിട്ടും. പിന്നെ ഡിസിഷൻ മേക്കിംഗ് റെസ്പോൺസിബിലിറ്റീസ് കൂടും. ആൻഡ് പിന്നെ തേർഡ് പോയിന്റ് പറയുന്നത് മോഡേൺ തിയറീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കുറച്ചും കൂടെ മോഡേൺ കാര്യമെന്ന് വെച്ചാൽ ചേഞ്ചസിനോട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ അതിൽ ടെക്സ്റ്റിൽ തന്നെ ഫസ്റ്റ് പോയിന്റ് പറയുന്നുണ്ട്, സെക്കൻഡ് പോയിന്റ് പറയുന്നുണ്ട്. System is an open system that adopts and modifies itself according to the changes of environment. നമ്മുടെ ഓരോ വർഷം കൂടുമ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റിൽ തന്നെ ഓരോരോ വ്യത്യാസങ്ങൾ വരുമല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ തിയറീസ് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന് മാറാൻ പറ്റും, പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് ഈ ഒരു തിയറി നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ ഗോൾസിൻ്റെ സൈസ് കുറേയും കൂടി അതിൻ്റെ ടെക്നോളജി മോഡിഫൈ ചെയ്യും, എക്സ്റ്റേണൽ കണ്ടീഷൻസൊക്കെ മാറ്റും, അങ്ങനെ ഒരു മോഡിഫിക്കേഷൻസും അഡോപ്റ്റും പുതിയ ചേഞ്ചസ്, ഇപ്പോൾ ആൾക്കാരുടെ ടേസ്റ്റും ചേഞ്ചസും മാറുന്നതനുസരിച്ച് ഇത് മാറുന്ന പറയുന്നത്. ഓക്കെ, ഇഫ് യു ലൈക്ക് മൈ വീഡിയോ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് നോട്ട്സ് വേണമെങ്കിൽ ഞാൻ ഈ ചാനലിൽ ബിലോ ലിങ്കിൽ ഞാൻ ഇട്ടേക്കാം ഷോർട്സ് ആയിട്ട്. ആവശ്യമുള്ള ആൾക്കാർ എൻ്റെ അടിയിൽ വീഡിയോയിൽ പോയി ലൈക്ക് എടുത്തോ. ഓക്കെ, ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക് യു. Miro al cielo y te veo, pero ya sé que no voy a olvidar tu perfume de febrero.